പലർക്കും ഉള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം ആണോ അല്ലെങ്കിൽ പലതാണോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ എന്താണ് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? ബ്രസ്റ്റ് ക്യാൻസർ പല ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അത് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ബ്രസ്റ്റ് ക്യാൻസർ എന്നല്ല, ഏത് ക്യാൻസർ ആണെങ്കിലും വരുന്നത് അതിന് പുറകിൽ 3-4 കാരണങ്ങളാണുള്ളത്. അവിടെ വരുന്നത് നമ്മളുടെ ജനറ്റിക്, നമ്മുടെ DNA, ബ്രസ്റ്റിലെ സെല്ലുകളിൽ വരുന്ന DNA വരുന്ന ചേഞ്ച്, മ്യൂട്ടേഷൻസ് എന്ന് പറയും. ജനറ്റിക് ചേഞ്ച് അവിടെ വരികയാണ്. അത് ഈ ജനറ്റിക് ചേഞ്ചാണ് നമുക്ക് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കി അത് അക്യുമുലേറ്റഡ് ആണ്. ഒരു മ്യൂട്ടേഷൻ കൊണ്ടൊന്നും ഒരു സെല്ല് ക്യാൻസർ സെല്ല് ആകുകയില്ല. അത് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻസ് വന്ന് ഈ ക്യാൻസറിന് നമ്മളുടെ ബോഡി നമ്മളെല്ലാം ഒരു റിതമിലും ഒരു കൺട്രോളിലുമാണ് പ്രവർത്തിക്കുന്നത്. ഈ സെല്ല് അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്തു പോയി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിൽ കൺട്രോൾ ഇല്ലെന്നായി വന്നു കഴിയുമ്പോഴാണ് ക്യാൻസറായിട്ട് അവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യാനും അത് സ്പ്രെഡ് ചെയ്യാനും തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെല്ല് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റം ഡെഫിഷ്യൻ്റ് ആകുന്നതാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമ്മളുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ഒന്ന് ടോക്സിൻ, 2 ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂട്രീഷൻ വെച്ചാണ്. അത് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസ് എടുത്തിട്ടാണ്. ഓൾമോസ്റ്റ് 57 ന്യൂട്രിയൻസ് ആണ് വേണ്ടി വരുന്നത്, ഇൻക്ലൂഡിങ് ഓക്സിജൻ ആൻഡ് വാട്ടർ. ഇതിനകത്ത് ഏതിലേലും 14 വൈറ്റമിൻസ് ഉണ്ട്, 14 മിനറൽസ് ഉണ്ട്, 20 അമിനോ ആസിഡ്സ് ഉണ്ട്, 4 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്, പിന്നെ ഗ്ലൂക്കോസും വരും. അപ്പം ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ അല്ലാതെ വരുമ്പോഴാണ് ക്യാൻസറിലേക്ക് പോകാം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാകും. അപ്പോൾ ടോക്സിൻ അധികം വന്നു കഴിഞ്ഞാലും ന്യൂട്രീഷൻ്റെ എക്സസ് വന്നാലും അത് റെഡ്യൂസ് ആയാലും അത്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ആക്ടിവിറ്റീസ്. മെൻ്റൽ ഫിസിക്കൽ ഇനാക്ടിവിറ്റി വരികയാണെങ്കിലും അതുപോലെ ഓവർ സ്ട്രെസ്, മെൻ്റൽ ആണെങ്കിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീപ്പും റെസ്റ്റും ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും വരും. അതുപോലെ നമ്മുടെ രക്തയോട്ടം, വ്യായാമം അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് വെച്ചിട്ട് രക്തയോട്ടം വന്നില്ലെങ്കിലും ഈ ഒരു പ്രോബ്ലം തന്നെ വരാവുന്നതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.